ഹായ് ജിനു. ഒരിടത്ത് ന്യൂലി മാരീഡ് കപ്പിൾ ഒരു വീട്ടിലേക്ക് അവർ താമസം മാറുകയാണ്. അപ്പം താമസം മാറിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് അവരുടെ തൊട്ടിപ്പുറത്തുള്ള നെയ്ബറിൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ പുള്ളിക്കാരി കഴിക്കുന്നിടത്തുനിന്ന് എണ്ണീറ്റ് വിൻഡോയുടെ അടുത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പം അപ്പുറത്തെ വീട്ടിലെ നെയ്ബർ സ്ത്രീ ഇങ്ങനെ തുണി കഴുകി വിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി നോക്കിയപ്പം ഭയങ്കര ഡേർട്ടി ആയിട്ടുണ്ട് തുണിയല്ല. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതുപോലെ കണ്ടില്ലേ ആ പുള്ളിക്കാരിക്ക് തുണി അലക്കാൻ അറിയത്തില്ല, നല്ല സോപ്പ് പൊടി അല്ലായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കമൻസ് പറഞ്ഞു. അങ്ങനെ ഇത് കുറേ പ്രാവശ്യമായി പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്. ദിവസവും ഇതുപോലെ കാണുന്നു, ഹസ്ബൻഡിനോട് ഇങ്ങനെ സെയിം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ഈ സെയിം കാര്യം ഇങ്ങനെ ഹസ്ബൻഡ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഹസ്ബൻഡ് വൈഫ് കുക്ക് ചെയ്യാൻ കയറിയ സമയത്ത് പുള്ളി പോയി പുള്ളിക്കാരി നോക്കുന്നിടത്ത് വിൻഡോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടുപേരുടെ കഴിക്കാനിരുന്ന ശേഷം സെയിം അന്ന് നടന്ന പോലെ തന്നെ പുള്ളിക്കാരി എണ്ണീറ്റ് നോക്കിയപ്പം അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരി തുണി കഴുകി വിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, നോക്കിയേ പുള്ളിക്കാരി ഇപ്പം നന്നായിട്ട് തുണി കഴുകാനായിട്ട് പഠിച്ചെന്ന് പറഞ്ഞു, നല്ല നീറ്റായിട്ടുണ്ട് തുണി കഴുകിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് തുണി കഴുകിയിട്ടതിൻ്റെതോ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ തെറ്റല്ല, അത് നീ നോക്കിയ വിൻഡോയുടെ കുഴപ്പമാണ്. ആ വിൻഡോ നിറച്ച് പൊടിയായതുകൊണ്ട് നീ കാരണം ആ പുള്ളിക്കാരി ചെയ്തത് വൃത്തിയല്ലെന്നുള്ളത് നീ കാണുന്നത്. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന രീതികൾ, നമ്മുടെ കണ്ണിലെ പൊടിയും അഴുക്കും വെച്ച്, നമ്മുടെ ഉള്ളിലെ വിദ്വേഷവും ദേഷ്യവും അഹങ്കാരവും വെച്ച് നമ്മൾ കാണുന്ന പോലല്ല അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വ്യക്തികൾ. നമ്മളെപ്പോഴും ഒരാളെ ജഡ്ജ് ചെയ്യരുത്. നമ്മൾ ഒരാളെ കാണുന്നതിന് മുമ്പ് ആ വ്യക്തി എന്താണെന്നോ, ആ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക. ബി ഹാപ്പി ഫോർ എവർ.